സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി GHSS ബേപ്പൂർ NSS വോളണ്ടിയേഴ്സ് മലിനമായി കിടന്ന വട്ടക്കിണറും പരിസരവും വൃത്തിയാക്കി നിർമ്മിച്ച സ്നേഹാരാമം കാണികളെ ആകർഷിക്കുന്നു. NSS സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായാണ് വോളണ്ടിയേഴ്സ് NSS പ്രോഗ്രാം ഓഫീസറായ നസീമ ടീച്ചറുടെ മേൽനോട്ടത്തിലാണ് മലിനമായി കിടന്ന വട്ടക്കിണറും പരിസരവും വൃത്തിയാക്കിയത്. ആൽമരം പെയിന്റ് അടിച്ചും ചെടികൾ വെച്ചുമാണ് ഇവിടെ ഇവർ കൊച്ചു ഗാർഡൻ സെറ്റ് ചെയ്തത്. ഈ സ്നേഹാരാമ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കൗൺസിലർമാരായ രമ്യ, സന്തോഷ്, ജയശീല എന്നിവരാണ് ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെ ബേപ്പൂർ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള 7 ദിവസ സപ്തദിന ക്യാമ്പ് നമ്മുടെ GVHS മീഞ്ചന്തയിൽ ഇന്ന് അവസാന ദിവസമാണ്. ഈ 7 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ക്യാമ്പുകളിൽ നമ്മുടെ കുട്ടികൾക്ക് അവർ വന്ന സമയത്തും ഇപ്പോൾ ഈ പോകുന്ന സമയത്തും അവർക്ക് പല മാറ്റങ്ങളും, കാരണം നമുക്കറിയാം പല പല ക്ലാസ്സുകളായിട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് നല്ല നല്ല അറിവുകൾ നേടാൻ സാധിച്ചു. അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഈ പുതുവർഷം തുടങ്ങുന്ന ഈ ദിവസത്തിൽ നമ്മുടെ വട്ടക്കിണർ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ NSS കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു സ്നേഹാരാമം പദ്ധതി, കാരണം നമുക്കറിയാം പാതയോരങ്ങൾ സുന്ദരമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ എത്രയോ മോശമായി കിടന്നിരുന്ന ഈ വട്ടക്കിണർ ജംഗ്ഷനെ അതിസുന്ദരമാക്കാൻ തന്നെ നമ്മുടെ ഈ NSS ക്യാമ്പിന് സാധിച്ചു. കാരണം നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഈ വാർഡിലെ ഈ വട്ടക്കിണർ ജംഗ്ഷൻ എന്ന സ്ഥലം ഏത് സമയം വൃത്തിയാക്കുകയും അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ വൃത്തികേടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത്രയും നല്ല, കാരണം ഇരിക്കാൻ ഇരിപ്പിടവും ചെടികളും എല്ലാം നല്ല സുന്ദരമാക്കിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ. ഇപ്പോൾ പ്രായമായ ആളുകൾക്കൊക്കെ ഒരു 5 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാനൊക്കെ ഒരു നല്ലൊരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് ഈ വട്ടക്കിണർ ജംഗ്ഷനെ എല്ലാവർക്കും മാറ്റാൻ സാധിക്കണം. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നട്ട് നനച്ചാൽ മാത്രമേ അത് വളർന്ന് ഇവിടെ നല്ലൊരു സുന്ദരമായ സ്ഥലമാക്കി മാറാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ മുളയുടെ ഇരിപ്പിടങ്ങളെല്ലാം തന്നെ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ മാത്രമേ നമുക്ക് ഈ സ്ഥലം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ബേപ്പൂർ NSS ടീമിനെ. കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ച ടീച്ചർമാർക്കും എല്ലാവരും നല്ല കാര്യമായുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് ഈ വട്ടക്കിണർ ജംഗ്ഷൻ ഇത്ര രീതിയിൽ മാറ്റാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ രമ്യ സൂചിപ്പിച്ചതുപോലെ വയോജന ഇരിപ്പിടങ്ങൾ 75 വാർഡിലും വെച്ചുകൊണ്ട് വയോജന സൗഹൃദ നഗരമായി കോഴിക്കോടിനെ മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് വിവിധ സ്ഥലങ്ങളിൽ പ്രായമായവർക്ക് വൈകുന്നേരം വന്ന് ഒന്ന് ഇരിക്കാനും സൊറ പറയാനും ഒക്കെ തന്നെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ വാർഡിൻ്റെ അകത്ത് എല്ലാ വാർഡുകളിനകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പിൻ്റെ ഭാഗമായി ഈ ഒരു രീതിയിൽ ഇവിടെ അതിമനോഹരമായി ഇങ്ങനെ ഒരു ഇത് തീർത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വട്ടക്കിണറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി എൻ്റെ മക്കൾ ഇന്ന് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അത് മാറും. ഈ ചെടികളൊക്കെ നനയ്ക്കുന്നതിന് ഇനി ഞങ്ങളും കൂടെ, കൗൺസിലറും ഞാനും ഞങ്ങളുടെ നാട്ടുകാരൊക്കെ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് വേണ്ട സഹായങ്ങൾ നൽകി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നുകൊണ്ട് ഇത് നിലനിർത്താൻ ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾ ഈ പ്രദേശത്തുകാരിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചടങ്ങിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ പ്രസാദ് MV സ്വാഗതം പറഞ്ഞു. സഹവാസ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, നിങ്ങൾക്കറിയാം, സ്നേഹാരാമം എന്നുള്ള പ്രോജക്റ്റ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള സാമാന്യം നല്ലൊരു സ്ഥലം ആക്കി മാറ്റിയിട്ട് അവിടെയുള്ള വൃദ്ധന്മാർക്ക്, അതപ്പോൾ ജീവിത സായാഹ്നത്തിൽ വൃദ്ധന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാനും അതേമാതിരി തന്നെ അവർക്ക്
അവരുടെ കുശല പ്രശ്നങ്ങൾ നടത്താനും ഒക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് നമ്മുടെ NSS യൂണിറ്റിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. GVHSS മീഞ്ചന്ത സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റായ സക്കീർ അധ്യക്ഷനായി. സജീവമായി വലിയൊരു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ എല്ലാ ഭാഗങ്ങളും ഒന്നിനൊന്നും മെച്ചമായിക്കൊണ്ട് അവർ പ്രവർത്തിച്ച് അതിൻ്റെ സമാപനമായ ഇന്ന് നമ്മുടെ വട്ടക്കിണർ ഭാഗത്ത് വളരെ വൃത്തികേടായി കിടക്കുന്ന സ്ഥലം അവർ വളരെ അധികമായി ആ സ്ഥലം വൃത്തിയായി സൂക്ഷിച്ച് വയോധികർക്ക് മറ്റ് ആളുകൾക്കും അവിടെ നല്ലൊരു ഇരിപ്പിടം നൽകിക്കൊണ്ട് താൽക്കാലികമായി നമ്മുടെ ഈ ക്യാമ്പിൽ നിന്നും ഒരു വിട പറയുകയാണ്. ഏതായിട്ടുണ്ടെങ്കിലും അവരുടെ ഈ വലിയ പ്രവർത്തനത്തെ GVHS മീഞ്ചന്തിൻ്റെ പേരിൽ ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം എന്നും നമ്മൾ അവരോട് കടപ്പാടുള്ളവരായിരിക്കും. ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ മക്കൾ ഇവിടെ ചെയ്തു വെച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ അധ്യാപകരും അവർക്കൊക്കെ ഈ GVHSൻ്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ പ്രദേശത്തിനാകെ ഒരു ജനകീയമായ ഇടപെടൽ നിങ്ങൾ നടത്തിയത് ജനങ്ങൾക്ക് ഒരു ആദരവും കൂടിയാണ്. നിങ്ങൾ ശരിക്കും ആദരവ് കൊടുക്കേണ്ടത് നമ്മുടെ ബേപ്പൂർ സ്കൂളിലെ കുട്ടികൾക്കാണ് ആദരവ് കൊടുക്കേണ്ടത്, അതേപോലെ ടീച്ചർക്കുമാണ് ആദരവ് കൊടുക്കേണ്ടത്. തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരുന്ന സ്നേഹമാണ് ഈ ഒരു വലിയൊരു ആൽമരം ഇങ്ങനെ ആക്കി വൃത്തിയാക്കി തന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പങ്കിൽ നിർവഹിച്ച എല്ലാവർക്കും ആശംസകൾ അറിവുകൊണ്ട് 2024 പുതുവർഷത്തിൽ ഇങ്ങനെയൊരു മലിനമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വേദി ഒരുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ നമ്മുടെ കുട്ടികൾ ഭാഗഭാക്കായതിൽ അതിനേക്കാളധികം സന്തോഷം. ഔപചാരികമായിട്ടല്ലെങ്കിലും നമ്മുടെ NSS കുട്ടികളോട് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിന്നെ നമ്മൾ സ്നേഹാരാമം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ ഈ ഒരു വട്ടക്കിണർ ജംഗ്ഷൻ ഇത്ര സുന്ദരമാക്കിയ നമ്മുടെ NSS മക്കൾക്ക്, ബേപ്പൂർ സ്കൂളിലെ NSS മക്കൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധ നമ്മൾ NSSൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്താണെങ്കിലും ടീച്ചർമാരാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യപ്പെട്ട എന്ത് സാധനം വേണമെങ്കിൽ പറയുകയാണെങ്കിലും വാങ്ങി തരാനും പേഷ്യൻ്റ് അത് നോക്കാനാണ് എല്ലാം റെഡി ആക്കിയതും ഇതാക്കിയതും. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയതിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാർമാരും PTA പ്രസിഡൻറ്റും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യനി. നമ്മൾ സന്തോഷമുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോഴെല്ലാം ഇത് കാണുമ്പോൾ നമ്മളാ ചെയ്തതെന്നുള്ളൊരു ഇത് നമുക്ക് എന്തായാലും ഉണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർമാർ, PTA അംഗങ്ങളെ ഈ ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്കിത് സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. എന്താ വെച്ചാൽ നമ്മളെല്ലാ ചുമരിലും എല്ലാതെയൊക്കെ വരച്ച് ക്യാൻവാസിലും വരച്ചതുപോലെയല്ല ഈ വള്ളിയിൽ ഇതെങ്ങനെ വരയ്ക്കുമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു വരയ്ക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത്. പക്ഷേ ടീച്ചർ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചപ്പോൾ പിന്നെ അത് വരയ്ക്കാമെന്നുള്ളൊരു വിശ്വാസം വന്നു. അത് എനിക്കൊരു ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് NSSനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മൾ NSSൻ്റെ ഈ കുട്ടികൾ നല്ല സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാം അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അവരോടും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. NSS ഞങ്ങൾ ബേപ്പൂർ ഹയർ സെക്കൻഡറിയിലെ NSS വളണ്ടിയേഴ്സാണ്. ഞാൻ അവിടുത്തെ പ്രോഗ്രാം ഓഫീസറാണ്. NSS ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾക്ക് മുന്നിൽ തന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞങ്ങൾ ബേപ്പൂരുകാരാണല്ലോ, ഒരു ബേപ്പൂർ സുൽത്താന് വേണ്ടി അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ ക്യാമ്പിൻ്റെ ഭാഗമായി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്കൂളിൻ്റെ ഈ അടുത്തുള്ള വട്ടക്കിണറാണ് ആദ്യം തന്നെ നോട്ടമിട്ടത്. കാരണം നന്നായിട്ട് ഇതിൻ്റെ ഒരു പഴയ ഫോട്ടോ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മലിനമായി കിടക്കുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു ആശയം ഞാൻ PTA പ്രസിഡന്റ് ഷാജിയേട്ടനോടും ഒക്കെ സൂചിപ്പിച്ചു, കൗൺസിലർമാരോട് സൂചിപ്പിച്ചു. അവരൊക്കെ സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിത്രം, ഞാൻ പെരിന്തൽമണ്ണ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ട ആൽമരത്തിലൊരു ചിത്രം, ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കിഷോറിനെ, PTA പ്രസിഡൻ്റാണ് കിഷോറിനെ പരിചയപ്പെടുത്തിയത്, കിഷോറിനെ കാണിച്ചു. അപ്പോൾ വളരെ സപ്പോർട്ടോട് കൂടി, എത്രയും നന്ദി പറയേണ്ട കിഷോർ സാറിനാണ്. കിഷോർ കൂടെ നിന്നു, ഞങ്ങളെ കൂടെ നിന്നിട്ടാണ് ഈ ചിത്രമൊക്കെ വരയ്ക്കാൻ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടികളെ, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും അധികം ഹാർഡ് വർക്കായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പിൽ വന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ ഇവർ ജോലി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനു പേർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്, നമ്മുടെ NSSൻ്റെ ആശയമാണ് നോട്ട് മീ ബട്ട് യു എന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഈ ചെയ്തു വെച്ച് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഈ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരിൽ ഒരു വൃത്തിയുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ ഉള്ള പ്രായമായ ആളുകൾ
അവരെപ്പോഴും ഞങ്ങളെ വന്ന് കണ്ടു പറയുന്നൊരു സംഭവമുണ്ട്, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്രയധികം അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു ലാഭമില്ല, ഞങ്ങൾക്ക് പക്ഷേ നല്ല ആത്മസംതൃപ്തി ഉണ്ട് എല്ലാവർക്കും. വളരെയധികം സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സംഭവം ഈ നാടിനെ ഏൽപ്പിച്ച് പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നമുക്ക് കൂടെ നിന്ന നമ്മുടെ 2 കൗൺസിലർമാരും, രണ്ടുപേരെ എനിക്ക് അത്രയും സപ്പോർട്ടീവായി കൂടെ നിന്നിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് ഷാജിയേട്ടനോടുള്ള നന്ദിയും ഇവിടെ ഈ അവസരത്തിൽ. ഷാജിയേട്ടൻ ഞങ്ങളെ എല്ലാ സംഭവത്തിലും എപ്പോൾ വിളിച്ചാലും കൂടെ ഇവിടെ വന്ന് ഞങ്ങളെ ക്യാമ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഷാജിയേട്ടന്, സക്കീർ സാറ്, PTA വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് PTA മെമ്പേഴ്സ് എല്ലാവരും, പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ NSSൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ എനിക്ക് സപ്പോർട്ട് ആയിട്ട് കൂടെ നിൽക്കുന്ന പ്രിൻസിപ്പൽ സാറ്. ഈ ഒരു സംഭവം ഞങ്ങളുടെ സാറിനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ സാർ ഈ വർഷം റിട്ടയർഡ് ആവുകയാണ്. ഇത്രയും വർഷം ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഞങ്ങളെ സാറിനെ അതാണ് വേറൊരു എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, സാറിനാണ് ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആരെങ്കിലും നന്ദി പറയാൻ കിഷോർ സാർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയാൻ, പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് ഇത്രയും കൂടെ നിന്ന മക്കൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു.